മേയറാക്കാമെന്ന് ബി ജെ പി നേതൃത്വം വാഗ്ദാനം ചെയ്തതുകൊണ്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതെന്ന് ആർ ശ്രീലേഖ. പിന്നീട് തീരുമാനത്തിൽ മാറ്റമുണ്ടായി. മേയറാകാത്തതിൽ അതൃപ്തിയില്ല. പാർട്ടി ആവശ്യപ്പെട്ടാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്നും ശ്രീലേഖ പറഞ്ഞു. രാഷ്ട്രീയക്കാർക്ക് ചേരാത്ത സത്യസന്ധത തനിക്കുണ്ടെന്നും ആർ ശ്രീലേഖ തുറന്നടിച്ചു. ഇങ്ങനെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞതാണ്. തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതിന് മുമ്പ് തന്നെ ആരോ എന്നോട് ചോദിച്ചു, മേയർ ആയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ചോദിച്ചു. ഞാൻ ആവില്ല, ശാസ്ത്രമംഗലം ഇതായിട്ട് കൗൺസിലറായിട്ടിരിക്കും. വാർത്തകൾ പത്രക്കാർ പറയുന്ന വാർത്തകളെ ഞാനും അറിഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ഒരു വാർത്ത ഞാൻ കേട്ടിട്ടുമില്ല, എനിക്ക് അതിനെപ്പറ്റി അറിയുകയില്ല. പാർട്ടി ഇതുവരെ നിർദ്ദേശിച്ചിട്ടില്ല. എനിക്ക് താല്പര്യമില്ല. എനിക്കിനിയിപ്പോൾ ഒരു മത്സരത്തിന് ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമില്ല. രാഷ്ട്രീയക്കാർക്ക് ചേരാത്ത ഒരു ഓണസ്റ്റി എനിക്കുണ്ട്, ഒരു സത്യസന്ധതയും ഒരു ഇന്റഗ്രിറ്റിയും എനിക്കുണ്ട്. ശാസ്തമംഗലം കൌൺസിലർ ആർ ശ്രീലേഖയുടെ അതൃപ്തിയിൽ മറുപടി പറയാതെ തിരുവനന്തപുരം മേയർ വി രാജേഷ്. ചില വാർത്തകൾ വന്നതായി അറിഞ്ഞു, വിശദാംശങ്ങൾ അറിയില്ല എന്നും വി രാജേഷ്. ബിജെപി തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവതരിപ്പിച്ച മുഖം ആർ ശ്രീലേഖയുടേതായിരുന്നു. അങ്ങനെയാണ് ബിജെപി അധികാരത്തിലെത്തിയതെന്നൊക്കെയാണ് പുള്ളിക്കാർ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന വാർത്ത കേട്ടില്ലെന്ന് പറയുമ്പോൾ അലക്സ് വിചാർ ഓരോ അക്ഷരം ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീലേഖയായിരുന്നു മുഖം ബിജെപി അവതരിപ്പിച്ച. ഡെപ്യൂട്ടി മേയർ വളരെ ആക്റ്റീവാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. തലവേദനയായി മാറില്ലേ? കാരണം ആ ശ്രീലേഖയെ ഇതിനായിട്ടും അനുനയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതിന്റെ സൂചനയിലെ അവർ ഇങ്ങനെ നിരന്തരം ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, പറയുന്ന വാർത്ത എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഡെപ്യൂട്ടി മേയറോട് ചോദിച്ചാൽ അവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. വിജിൻ വായന്തോട് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വിജിൻ, മേയറാക്കാം എന്നുള്ള വാഗ്ദാനം കൊണ്ടാണ് താൻ മത്സരരംഗത്ത് ഇറങ്ങിയത് എന്ന് ആർ ശ്രീലേഖ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അതൃപ്തിയില്ല, പാർട്ടിക്കൊപ്പം നിൽക്കുമെന്നൊക്കെ പറയുമ്പോഴും ഈ രാഷ്ട്രീയക്കാർക്ക് ചേരാത്ത സത്യസന്ധത തനിക്കുണ്ട് എന്നൊക്കെയുള്ള തരത്തിലുള്ള ഈ തുറന്നു പറച്ചിൽ ആ അതൃപ്തി വ്യക്തമാക്കുന്നത് തന്നെയല്ലേ? അമൃത, തീർച്ചയായും കടുത്ത അതൃപ്തി തന്നെയാണ് ശ്രീലേഖയ്ക്ക് ഉള്ളത് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ്. നേരത്തെ ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലെ ആ അതൃപ്തി, അതിനുശേഷം ഇപ്പോൾ വീണ്ടും കുറച്ചുകൂടി നിലപാട് കടുപ്പിക്കുകയാണ് ആർ ശ്രീലേഖ ചെയ്യുന്നത്. പാർട്ടി പറഞ്ഞാലും ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ മത്സരിക്കില്ല എന്നുള്ളതാണ് ശ്രീലേഖ ഇപ്പോൾ വ്യക്തമാക്കിയത്. പാർട്ടിക്ക് ഒപ്പം നിൽക്കുമെന്ന് പറയുമ്പോഴും പക്ഷേ വെറും കോർപ്പറേഷനിലെ ഒരു കൗൺസിലർ മാത്രമായി തന്നെ ഒതുക്കി, ഒരു IPS ഉദ്യോഗസ്ഥയായിരുന്ന താൻ അത് അങ്ങനെ ഒരു പദവി ഉൾപ്പെടെ വഹിച്ച ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. ഒപ്പം തന്നെ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. നിലവിൽ വി രാജേഷിനേക്കാൾ പാർട്ടിയുടെ നേതൃത്വത്തിൽ അതിൽ പ്രഥമ പരിഗണന വൈസ് പ്രസിഡന്റാണ്. അങ്ങനെയുള്ള ഒരാളെ മേയറാക്കാതെ വി രാജേഷിലേക്ക് എത്തിയത് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനമാണ് എന്നൊക്കെ പറയുമ്പോൾ തനിക്ക് നേരത്തെ തന്നെ ഈ ഓഫർ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ആദ്യം കൗൺസിലർ സ്ഥാനത്തേക്ക് മത്സരിക്കില്ല എന്ന് പറഞ്ഞ താൻ പിന്നീട് അങ്ങനെ ഒരു മത്സരത്തിന് തയ്യാറായത്. പക്ഷേ വിജയിച്ചു കഴിഞ്ഞപ്പോൾ നിലപാട് മാറ്റിയതുള്ള കടുത്ത അതൃപ്തി തന്നെയാണ് നിലവിൽ എന്തായാലും ആർ ശ്രീലേഖയ്ക്കുള്ളത്. നേരത്തെ തന്നെ ആദ്യഘട്ടത്തിൽ രാജീവ് ചന്ദ്രശേഖർ പരിഗണിച്ചിരുന്നത് ആർ ശ്രീലേഖയെ തന്നെയായിരുന്നു. പിന്നീടാണ് കേന്ദ്ര നേതൃത്വത്തിൽ വി മുരളീധരൻ പക്ഷം സമ്മർദ്ദം ചെലുത്തുകയും അതിനുശേഷം കേന്ദ്ര നേതൃത്വം വി രാജേഷ് മേയറാകട്ടെ എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. അതിനുശേഷം ഡെപ്യൂട്ടി മേയർ സ്ഥാനം ഏറ്റെടുക്കാൻ ആർ ശ്രീലേഖയോട് സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു. അന്ന് S സുരേഷ് ഉൾപ്പെടെയുള്ളവർ നേരിട്ട് വീട്ടിലെത്തിയാണ് ഇത്തരത്തിൽ ആർ ശ്രീലേഖയെ കാണുകയും ഒരു അനുനയ ശ്രമം നടത്തുകയും ഒക്കെ ചെയ്തത്. മേയർ സ്ഥാനമില്ലെങ്കിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനം വേണ്ട എന്നുള്ള നിലപാട് ആ ഘട്ടത്തിൽ ആർ ശ്രീലേഖ അറിയിക്കുകയും ചെയ്തു. പിന്നീടാണ് വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയാക്കാമെന്നുള്ളൊരു ഓഫർ ആർ ശ്രീലേഖയ്ക്ക് മുന്നിലേക്ക് വെച്ചത്. ഇപ്പോൾ എന്തായാലും കൂടുതൽ അതൃപ്തിയിലേക്ക് ആർ ശ്രീലേഖ പോവുകയാണ്. അതാണ് പാർട്ടി പറഞ്ഞാൽ പോലും ഇനി താൻ അങ്ങനെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാൻ ഇല്ല എന്നുള്ള കടുത്ത നിലപാട് ഇപ്പോൾ സ്വീകരിച്ച രംഗത്തെത്തിയിട്ടുള്ളത്. പെട്ടെന്ന് പാർട്ടിയിൽ വന്ന ഒരാളാണ്. അതിനെതിരായ എതിർപ്പ് ഉൾപ്പെടെ നിലവിൽ BJPയുടെ പല നേതാക്കൾക്കുമുണ്ട്. കാരണം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പദവി ആർ ശ്രീലേഖയ്ക്ക് നൽകുമ്പോൾ പാർട്ടിയിലേക്ക് എത്തി പെട്ടെന്ന് തന്നെ ഇങ്ങനെ പദവികൾ സ്വന്തമാക്കുന്ന നേതാക്കളുടെ ഗണത്തിലേക്ക് ആർ ശ്രീലേഖയും പെടുത്തിയാണ് വി മുരളീധരൻ പക്ഷം ഉൾപ്പെടെ കടുത്ത തരത്തിലുള്ള വിമർശനം പാർട്ടി കമ്മിറ്റികളിൽ ഉൾപ്പെടെ ഉയർത്തിയത്. അങ്ങനെ ഇത്തരത്തിലുള്ള നിലപാട് ഇത് എങ്ങനെയാണ് നേതൃത്വം നോക്കിക്കാണുന്നത്? വിജിൻ, നേരത്തെ തിരുവനന്തപുരം മേയറിന്റെ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. വി രാജേഷ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചോ? വി രാജേഷ് ഇക്കാര്യത്തിൽ താൻ വാർത്ത വന്നത് ചെറുതായി ഒന്ന് കേട്ടു, അതിൽ കൂടുതൽ വിവരങ്ങൾ തനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുമ്പോഴും ജില്ലാ നേതൃത്വവുമായി നമ്മൾ തന്നെ സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തിൽ ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ പറയുന്നത് ഇത് അടഞ്ഞ അധ്യായമാണ്, ഇതിൽ കൂടുതൽ പ്രതികരണത്തിനോ വിവാദത്തിനോ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ജില്ലാ നേതൃത്വം ആയിരിക്കില്ല മറുപടി പറയേണ്ടത്. കാരണം സംസ്ഥാന വൈസ് പ്രസിഡന്റായി ഒരാളെ എത്തിക്കുകയും അതിനുശേഷം കോർപ്പറേഷനിലേക്ക് അവരെ മത്സരിപ്പിക്കുകയും ജയിപ്പിക്കുകയും ഒക്കെ ചെയ്ത് മേയർ സ്ഥാനം ഓഫർ ചെയ്യുക കൂടി ചെയ്ത് അത്തരത്തിലുള്ളൊരു നടപടികളൊക്കെ സ്വീകരിച്ച ശേഷം അവരെ എന്തുകൊണ്ട് തഴഞ്ഞു എന്ന കാര്യത്തിൽ സംസ്ഥാന നേതൃത്വം തന്നെയാണ് മറുപടി
പറയേണ്ടത്. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരൻ ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടി വരും. കാരണം ഇങ്ങനെ ഒരു പ്രധാന നേതാവ് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിലേക്കോ അല്ലെങ്കിൽ തിരുവനന്തപുരം സെൻട്രലിലേക്കോ ഒക്കെ മത്സരിപ്പിക്കാമെന്നുള്ള ഓഫർ ഉൾപ്പെടെ നൽകിയിട്ടുണ്ട് ശ്രീലേഖയ്ക്ക്. അതുകൊണ്ട് തന്നെ ഇനി മത്സരത്തിനില്ല എന്ന് പറയുന്നത് അത് ജില്ലാ നേതൃത്വത്തോടോ അല്ലെങ്കിൽ തന്നെ എതിർത്ത പക്ഷത്തോടോ ഉള്ള എതിർപ്പല്ല, മറിച്ച് അത് സംസ്ഥാന നേതൃത്വം തന്നെ പറഞ്ഞ് പറ്റിച്ചു എന്നുള്ളൊരു വികാരം തന്നെയാണ് നിലവിലെന്തായാലും ശ്രീലേഖയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് വെറും കൗൺസിലറായി മാത്രം ഇരിക്കാം, ഇനി ജയിച്ചു പോയല്ലോ അത് തുടരാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഒപ്പം തന്നെ പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കും എന്നുള്ളൊരു ആലോചന ഉൾപ്പെടെ ശ്രീലേഖ നടത്തിയിട്ടുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. കാരണം ഒരു കൗൺസിലർ മാത്രമായി ഇരിക്കാൻ തനിക്ക് കഴിയില്ല, മേയർ സ്ഥാനമെങ്കിലും നൽകണമായിരുന്നു എന്നുള്ള നിലപാടാണ് ശ്രീലേഖയ്ക്ക് ഒപ്പമുള്ളവർക്കും ശ്രീലേഖയ്ക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് BJP-യിൽ വലിയ തരത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. അതൃപ്തി തുറന്നു പറയുകയാണ് എന്തായാലും ശ്രീലേഖ നിലവിൽ ചെയ്യുന്നത്. നേരത്തെ അതൃപ്തി പരസ്യമാക്കിയിരുന്നില്ലെങ്കിലും അങ്ങനെ ഒരു അതൃപ്തി നിലവിൽ ശ്രീലേഖയ്ക്കുണ്ടായിരുന്നു. അന്ന് ഈ മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ഉൾപ്പെടെ അവർക്ക് മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും ഒക്കെ ഒപ്പം നിൽക്കുകയും അവർക്ക് ആശംസകൾ അർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഘട്ടത്തിലും ഇങ്ങനെ തന്നെ പറഞ്ഞ് പറ്റിച്ചതിലുള്ള അതൃപ്തി അവരുടെ മുഖഭാവത്തിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതാണ് കുറച്ചുകൂടി കടുത്ത നിലയിൽ ഇപ്പോൾ പരസ്യ പ്രതികരണത്തിലേക്ക് ഉൾപ്പെടെ ശ്രീലേഖയെ എത്തിച്ചിട്ടുള്ളത്. ഇനി പാർട്ടി പറഞ്ഞാൽ പോലും താൻ മത്സരിക്കില്ല എന്ന കടുത്ത നിലപാട് അത് പാർട്ടിയെ കൂടി അറിയിക്കുകയാണ് പരസ്യ പ്രതികരണത്തിലൂടെ ശ്രീലേഖ ചെയ്യുന്നത്. അമൃത. വിജൻ വായാന്തോടാണ് വിവരങ്ങൾ നൽകിയത്.